ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഇന്നൊരു ലേസി ഡേ ആണ്, ഓഫ് ഡേ ആണ്. അപ്പോൾ ഓഫ് ഡേയിൽ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് തന്നെയാണ് മെയിനായിട്ട് കാണിച്ചു തരുന്നത്. 2 റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ഒന്ന് വന്നിട്ട് ഉപ്പ് കത്തിരിക്ക എന്ന് പറയുന്നതും, പിന്നെ ഒന്ന് വന്നിട്ട് പീർക്കങ്കായ പൊരിയൽ. ഇതാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്ന ലഞ്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത്. കുറേ പണി ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്തു. ഇതപ്പോൾ സമയമായി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കുക എന്നുള്ളത്. കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം ഉണ്ടാക്കാൻ. 2 റെസിപ്പിയാണ് പറഞ്ഞു തരുന്നത്. പീർക്കങ്കായ് പൊരിയൽ ആൻഡ് ഉപ്പ് കത്തിരിക്ക. അതിന് പീച്ചിങ്ങ 3 എണ്ണം ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ വഴുതിനിങ്ങയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ഞെട്ട് പോലും നമ്മൾ കളയില്ല കേട്ടോളൂ. അപ്പോൾ ആദ്യം ഉപ്പ് കത്തിരിക്ക ഉണ്ടാക്കാൻ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നിങ്ങൾ എടുത്തോളൂ. ഞാനൊരു 6 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് അതിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ വഴുതിനിങ്ങ എങ്ങനെ മുറിക്കേണ്ടതെന്ന് വെച്ചാൽ ഞെട്ട് കളയാതെ 4 ആക്കിയിട്ട് ഉള്ളിൽ കേടൊന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഞെട്ട് കളയാതെ ഇതുപോലെ മുറിച്ചെടുക്കുക. അതിനെ വെള്ളത്തിലിടുക. എന്നതിന് ശേഷം ഇതിനെ എടുത്തിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ഇടുക, ഉപ്പിടുക, അടച്ചു വയ്ക്കുക. ദാറ്റ്സ് ഇറ്റ്, ഫിനിഷ്. എത്ര എളുപ്പമാണെന്ന് നോക്കൂ. നമ്മൾ വിചാരിക്കുകയാണ് മസാലകളൊന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാവും ഈ വഴുതിനിങ്ങ എന്നാണ് നിങ്ങൾ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇതാണ് ഉപ്പ് കത്തിരിക്ക എന്ന് തമിഴ്നാട്ടിൽ പറയുന്ന ഒരു റെസിപ്പി. ഓക്കെ, ഇതിന് പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ അയേൺ കടായി, ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ അടച്ചു വെച്ചിട്ട് ഇതുപോലെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളമൊക്കെ അതിൽ തന്നെ വരും. ആ ജ്യൂസിൽ കിടന്നിട്ട് തന്നെ അത് വെന്തോളും. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് അത് നന്നായി വെന്ത് മൊരിഞ്ഞ് വരുന്നതാണ് ഈ ഉപ്പ് കത്തിരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കത്തിരിക്ക കിട്ടുക. അപ്പോൾ നമ്മൾ ഉപ്പ് കത്തിരിക്ക ഒരു മെനക്കേടില്ലാതെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് അമേസിങ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇനി അടുത്തതിലേക്ക് പോയാലോ. അടുത്ത റെസിപ്പി പീർക്കങ്കായ് പൊരിയൽ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക്, കടലപ്പരിപ്പ്, അത് കഴിഞ്ഞതിന് ശേഷം സവോള, പച്ചമുളക്, ഇത് നല്ലോണം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ സവോള ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഇതിലും നമ്മൾ ഒരു മസാലയും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിനെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ പീച്ചിങ്ങ തൊലി കളഞ്ഞ് മുറിച്ച് വെച്ചിരിക്കുന്നതിനെ ഇട്ട് കൊടുക്കുക. 3 പീച്ചിങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എത്ര തന്നെ ഉണ്ടാവും പീച്ചിങ്ങ. ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ വെള്ളം വരും. അത് തന്നെ എല്ലാം റെഡ്യൂസായിട്ട് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിറയെ ഇട്ട സാധനം ഇത്രയ്ക്ക് വന്നിട്ട് അങ്ങോട്ട് നിൽക്കുന്നുണ്ടാവും. ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നതിന് ശേഷം നമുക്ക് തേങ്ങയിട്ട് കൊടുക്കുക. ഒരുപാട് തേങ്ങയിട്ട് കൊടുക്കരുത്. ജസ്റ്റ് നിങ്ങളുടെ കയ്യിന് ഒരു പിടി തേങ്ങയിട്ട് കൊടുത്താൽ മാത്രം മതി. നല്ല സ്വീറ്റായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പീർക്കങ്കായ് പൊരിയൽ ആൻഡ് ഉപ്പ് കത്തിരിക്ക. ഇത് രണ്ടും നമ്മുടെ പ്ലേറ്റിൻ്റെ നല്ലോണം ഒരു ഭാഗമായിട്ടാണ് ഞാൻ വിളമ്പുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ 100 ഗ്രാം മാത്രമേ നമ്മൾ റൈസ് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആ കയ്യിലിന് 2 കയ്യിൽ വരുമ്പോൾ അത് 100 ഗ്രാമാണ് കണക്ക്. അപ്പോൾ ഞാൻ കത്തിരിക്ക ഒരു ഭാഗത്തേക്കും അതേമാതിരി പീച്ചിങ്ങ നല്ലോണം എടുത്തിട്ട് ഒരു ഭാഗത്തേക്കും ആക്കുമ്പോൾ ആ മിഡിൽ പോർഷനിൽ വരുന്ന ആ ചെറിയൊരു പോർഷനിലാണ് നമ്മൾ 100 ഗ്രാം ചോറ് എടുക്കുന്നത്. അത് ധാരാളം മതിയാവും. ആൻഡ് മോറോവർ ഇത് മുഴുവൻ കഴിച്ച് വരുമ്പോഴേക്കും നമുക്ക് നല്ലോണം വിശപ്പ് താങ്ങും. അതേമാതിരി തന്നെ രണ്ടാമത് തൈര് എടുത്തിട്ട് നമ്മൾ കഴിക്കുമ്പോഴും ചോറ് നമ്മൾ എക്സ്ട്രാ എടുക്കില്ല. അതേ തന്നെ കൂട്ടാനും ഉപ്പേരിയിലേക്കുമാണ് നമ്മൾ തൈര് ഒഴിച്ച് കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടോ, അത് കറക്റ്റ് 100 ഗ്രാമിന് കറക്റ്റായിരിക്കും. അപ്പോൾ ആ ഒരു കയ്യിലിന് നമ്മൾ ഒരു ഏകദേശം ഒരു 2 കയ്യിലെടുത്ത് കഴിഞ്ഞാൽ 100 ഗ്രാം കറക്റ്റായിരിക്കും. വരൂ കഴിക്കാം. ഹലോ. അപ്പോൾ എൻ്റെ ഫുഡ് റെഡിയാണ്. നമുക്ക് കഴിക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ യെസ്, മൈ ഫേവറേറ്റ് ഉപ്പ് കത്തിരിക്ക.
പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഒരു മെനക്കെട്ട പണിയും നമ്മൾ അതിനു വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷേ അൾട്ടിമേറ്റ് ആണ്. ഈ ഞെട്ടടക്കം നമുക്ക് കഴിക്കാം. പിന്നെ എരിവിന് പച്ചമുളക് ഇട്ടിരിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അത് കൂടെ കഴിക്കാം. பீர்க்கங்காய் பொரியல் சும்மா அமேசிங்காக இருக்கு. அமிர்தம். പച്ചമുളക് അതിൽ കിടന്നിട്ട് ഇങ്ങനെ മൊരിഞ്ഞിട്ടേ സൂപ്പർ. എരിവുണ്ടോ? എരിവുണ്ട്. ചെറിയ ചെറിയ വഴുതിരിങ്ങ നോക്കിയെടുക്കൂ. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടും. വലിയ വഴുതിരിങ്ങയാണെങ്കിൽ നന്നായിരിക്കില്ല. കുഴച്ചുണ്ണാനും നന്നായിരിക്കും. ഞെട്ടൊന്നും കളയരുത് കേട്ടോ. ഞെട്ടൊക്കെ സൂപ്പർ ടേസ്റ്റാ. ഇതാണ് പറയാ എൻജോയിങ് ഈച്ച് ബൈറ്റ് എന്ന്. പച്ചമുളക് ആ ഉപ്പിൽ കിടന്ന് ആയ പച്ചമുളക് എന്ത് രുചിയാന്നറിയോ. വെളിച്ചെണ്ണ കിടന്നിങ്ങനെ വാടി സൂപ്പർ. നമ്മളിങ്ങനെ വിചാരിക്കും, എന്താ പറയുക, ഒരു മസാലയില്ല, എന്തിനു കൊള്ളാം. നോ, ചില കാര്യങ്ങൾ മസാല ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പീച്ചിങ് നല്ല മധുരം. പച്ചമുളക് വേണമെങ്കിൽ കണ്ണാക്കിക്കോളും. പക്ഷെ ഇത്തിരി എരിവുണ്ടെങ്കിലേ നന്നായിരിക്കും. അത് ആ വെളിച്ചെണ്ണ കിടന്ന് വാടിയിട്ടുള്ള നല്ല രസമാണ്. നിങ്ങൾ ഓഫ് ഡേ കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക? കുറേ കാര്യങ്ങളിങ്ങനെ എന്നെ പോലെ അന്നത്തേക്ക് ആ ഓഫ് ഡേ കിട്ടുന്ന സമയത്ത് ഈ കൊമ്പ് എന്നെ ഭയങ്കരമായി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പോട്ടെ, 4 ഇഴയേ ഉള്ളൂ. അതിനെ എണ്ണ തേച്ച് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. നിങ്ങളെങ്ങനെ ഓഫ് ഡേയിൽ പ്ലാൻ ചെയ്യുക?
എനിക്കൊക്കെ ഓഫ് ഡേയിലാണ്. ഞാൻ ഈ ഒരാഴ്ചക്കുള്ളത് മുഴുവൻ എടുത്തു വയ്യും. അത് ഓഫ് ഡേ ചെയ്യാം, ഓക്കെ ഇത് ഓഫ് ഡേയിൽ ചെയ്യാം. അപ്പോഴേക്കും എന്തായി, ഓഫ് ഡേ മൊത്തത്തിൽ ബിസിയായി. കുറേ പേര് ചോദിച്ചു രണ്ടാമത് ചോറ് എടുക്കുമെന്ന്. എടുക്കില്ല. ദാറ്റ്സ് ഇറ്റ്. ഏറ്റവും ചെറിയ പ്ലേറ്റാണ് വീട്ടിൽ, അതിൽ ഹാഫ് വെജിറ്റബിൾസ് തന്നെ ആവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി വരുന്ന ആ 2 കയ്യിൽ കുറച്ച് തൈര് ഒഴിക്കാം കേട്ടോ. ഇതൊക്കെ തന്നെയാണ്, തൈരും ഇത് തന്നെയാണ് എല്ലാം. രണ്ടാമത്തത്. അപ്പോൾ കുറച്ച് തൈര് എടുക്കാം. എൻ്റെ ശീലം എത്ര പേർക്ക് ഉണ്ടെന്ന് അറിയില്ല. എനിക്ക് ഈ തൈരിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ വേ പ്രോട്ടീൻ വാട്ടർ ഇല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഈ വെള്ളം ഇത് ശരിക്കും ഭയങ്കര പ്രോബയോട്ടിക്കാണ്. ഇനി ഒന്നുണ്ട തൈര് കൂട്ടി ഉണ്ട പോലെയായി. എനിക്കിങ്ങനെ കട്ടിക്ക് എന്താ പറയുക, എവിടെയും തൊടാതെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഞാനിത് തീർക്കട്ടെ. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.